അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു നാടൊട്ടാകെ ഇതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ ഉള്ളവനടക്കം, എന്റെ സ്നേഹിതനായിരുന്ന അനസ് മൗലവി അടക്കം, അതുപോലെയുള്ള ആളുകള് ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയിട്ട് അതെ ഇങ്ങനെ ഖുറാഫികൾ ഇതാ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മൗലവി, നിങ്ങൾ എഴുതിയത് ശിർക്കാണ്, പിൻവലിക്കണം എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്. മറിച്ചിതാ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ആശയം നിങ്ങളുടെ വരികളിതാ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇത് പൊക്കിക്കാണിച്ചുകൊണ്ട് ഇതേ ജിന്നിനോട് തേടാമെന്നും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. AP ഭാഗം മൗലവി ഭാഗം മുശ്രിക്കുകളായി പോയിരിക്കുന്നു എന്ന് ഇതാ ഇവര് നാടൊട്ടാകെ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു വിശദീകരണം ആ രംഗത്ത് ആവശ്യമാണെന്ന് പറയുകയും അതേ ഒരു വിശദീകരണം അതാ 2008 അതാ ഇസ്ലാഹ് മാസികയിലൂടെ പുറത്തു വരികയും ചെയ്തു. അതിലെന്താ വന്നത്? ഞാനിത് പറയേണ്ട കാര്യം എന്താണെന്നറിയോ? പല ആളുകളും പറയുന്നുണ്ട് അബ്ദുൽ ജബ്ബാർ മൗലവി മുശ്രിക്കായി പോയിരിക്കുന്നു, നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ എഴുതിയൊരു ശിർക്കാണ്, നിങ്ങൾ ആ ശിർക്ക് തിരുത്തണം എന്ന് പറയാൻ ഹുസൈൻ സലഫി അനസ് മൗലവിയുടെ കൂടെ പോയില്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഞങ്ങളത് പോയിട്ട് നിങ്ങൾ ശിർക്കാണ് എഴുതിയിരിക്കുന്നത്, ആ വലിയ ശിർക്ക് തിരുത്തണം എന്ന് പറയാനല്ല ഞങ്ങൾ പോയത്. മൗലവി, നിങ്ങൾ എഴുതിയിട്ടുള്ള ഈ വരികളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് കേരളത്തിലെ നമ്മുടെ ശത്രുക്കൾ നാം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, നാം മുശ്രിക്കുകളാണെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. ആ അർത്ഥത്തിൽ അതേ വിശദീകരണം ഞങ്ങളൊക്കെ കൂടി തന്നെ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ വിശദീകരണത്തിൽ തന്നെ പ്രിയമുള്ളവരെ എന്താ മനസ്സിലാവുക? ശിർക്കുണ്ട് ഇസ്ലാഹിൽ, ഞങ്ങൾ തിരുത്തുന്നു എന്നാ ഞങ്ങൾ വിശദീകരണം കൊടുത്തത് അല്ല. എന്താ കൊടുത്തത് കേട്ടോ? വിജനപ്രദേശത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിക്കൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഞങ്ങൾ എല്ലാവരും കൂടെ തയ്യാറാക്കി കൊടുത്ത വിശദീകരണം അത്. ഇത്തരം ശിർക്കുകളെ സൂക്ഷിക്കുക എന്നല്ല, ഇത്തരം ദുഷ്പ്രചരണങ്ങൾ എന്താ നമ്മെക്കുറിച്ച് ഇല്ലാത്തതാ പ്രചരിപ്പിക്കുന്നത്. എന്ത്? ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതാരും പെട്ടുപോകരുത്, അങ്ങനെ ഒരു നിലക്കും അതിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് എഴുതി കൊടുത്തത്. അതാണ് ഇസ്ലാഹിൽ വന്നത്. മാത്രമല്ല എന്റെ സ്നേഹിതൻ അനസ് മൗലവി എത്രയോ മാസങ്ങൾ ഈ അടുത്ത കാലഘട്ടം വരെ ഇസ്ലാഹിന്റെ ലക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നമ്മുടെ നേരെ ശിർക്കുന്നയിച്ച ആളുകളോട് വളരെ തീക്ഷണമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇതിലെവിടെയാണ് ശിർക്ക്, ഇതിലെവിടെയാണ് ശിർക്ക്? ജബ്ബാർ മൗലവിയെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു പോലും മൗലവി ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പോലും അതിൽ ശിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ സ്നേഹിതന് എവിടെ വെച്ചാണ് വഴിമാറ്റം സംഭവിച്ചത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് ആ നിലക്കുണ്ടായിട്ട് പിന്നെ എവിടെ വെച്ചാണ് ഈ മാറ്റം എന്ന് വന്നത് എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. 2012 വരെയും ആ അർത്ഥത്തിൽ കേരളത്തിൽ എല്ലാവരും നമ്മുടെ നേതാക്കളും പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ ആ രംഗത്ത് ഏറെ കൈകാര്യം ചെയ്തവരാണ്. അവരൊക്കെ ഈ സമൂഹത്തോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും നമ്മൾ ആണയിട്ട് സമൂഹത്തോട് പറഞ്ഞു, ജിന്നിന്റെയും ശൈത്താന്റെയും പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ ശിർക്ക് ആരോപിച്ച ആരോപകന്മാരോട് നമ്മൾ പറഞ്ഞത് ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം. അതെ ഈ നിലക്ക് മുജാഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിനെ കുറിച്ച് എന്താ പുസ്തകത്തിൽ പറഞ്ഞത്? 2012 ഇറങ്ങിയ ഇതിന്റെ ഈ എഡിഷനിലും പറഞ്ഞത് എന്താണ്? 3rd എഡിഷൻ 3ാമത്തെ പതിപ്പാണ് ഇത് 2012 ഇറങ്ങിയത്. അതിലും പറഞ്ഞത് എന്താണ്? ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNM-കാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട്
ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കേന്നം ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം. എന്താ പറഞ്ഞത്? നമ്മുടെ പേര് ആരോപിക്കുന്ന ആ ശിർക്ക് ആരോപണം വമ്പിച്ച കെട്ടുകഥയാണ്, അപരാധമാണ്, കള്ളമാണ്, ആരോപണമാണ് എന്ന് കേന്നം പബ്ലിഷിംഗ് വിങ് ഇറക്കിയിട്ടുള്ള ജിന്നും ശൈത്താനും എന്ന പുസ്തകത്തിന്റെ ആമുഖം നോക്കൂ. 2012 ഇറങ്ങിയ പുതിയ പതിപ്പത്. ഈ 2012 പറഞ്ഞോ കേന്നം നമ്മൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ വാദമുണ്ട്? ഇല്ല. പിന്നെ എവിടെ നിന്ന് ഈ മാറ്റം വന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കൊക്കെയോ ജിന്നൊരു മറയാണ്, ശൈത്താനൊരു മറയാണ്, പലതും ഒരു പുകമറയാണ്. അതൊക്കെ ഉയർത്തി കാണിച്ചിട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടണം എന്ന ലക്ഷ്യം, അത് പണ്ട് പലരും പയറ്റി പരാജയപ്പെട്ടപ്പോൾ, നേർക്കുനേരെ കഴിയില്ലെന്ന് വന്നപ്പോൾ ചില ചാരന്മാരെ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അവർ കട്ടുമുറിച്ച ക്ലിപ്പുകൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള സീഡികൾ ഉണ്ടാക്കി. ഞാൻ വിശദീകരിക്കുന്ന നേരത്തെ എന്റെ സ്നേഹിതൻ TK അഷ്റഫ് ഇവിടെ കൃത്യമായി വിവരിച്ചു. അത് നേതാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമ പോലും ഇവർ ചാരന്മാരാണ്, ഇവർ ഈ സംഘടനക്ക് ദോഷമാണെന്ന് വിധി എഴുതിയ അതേ ആളുകൾ ഇപ്പോൾ അവർക്ക് KNM-ൽ വലിയ പദവികളാണ്, വലിയ സ്ഥാനമാണ്. അത്തരത്തിൽ ചാരന്മാരെന്ന് പറഞ്ഞ ആളുകൾ പലരും ഇപ്പോൾ അവരുടെ യോഗങ്ങളുടെ സംഘാടകരാണ്. അതേ, ചേരേണ്ടിടത്ത് ചേരുകയാണ്. അതേ, പറയേണ്ടവർ അന്ന് പറഞ്ഞത് എന്ത് ലക്ഷ്യത്തിലായിരുന്നോ എന്ന് മുജാഹിദ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ ഉണ്ട്. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, ശിർക്ക് ചെയ്യാത്തൊരു ഭാഗത്തിന്റെ മേൽ അവര് മുശ്രിക്കാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു, അത പോകുന്നു ജിന്നൂരി, അവൻ ജിന്നിനെ വിളിച്ച് തേടുന്നവൻ. വിളിക്കുന്നത് തന്നെ ജിന്ന് എന്നാണ്, മനുഷ്യനല്ല, ജിന്ന. അത് ജിന്നുകളാ, അത് ജിന്നുകളെ കോൺഫറൻസ്, അത് ജിന്നുകളുടെ മീറ്റിംഗ്, ഒക്കെ ജിന്നുകളാ, എല്ലാം ജിന്നുകൾ. സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മറ, ജിന്ന് എന്ന ഓമന പേരിട്ട് ആ മറക്ക് പിന്നിൽ നിന്ന് ചില കളികൾ കളിക്കുന്നവരവസ്ഥയാണ്. അല്ലാഹുവേ, നീ തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് സങ്കടപ്പെടുകയല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് എവിടെയും കാണുന്ന ഈ മഹാജനസാഗരം. ജനങ്ങൾ അതാണ് സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ജിന്നും സിഹിറൊന്നല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ ആണ് എന്ന് അതാളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു സമൂഹത്തിന്റെ മേൽ അവര് ചെയ്യാത്തവരപരാധം, ശിർക്ക് ഒരു സമൂഹത്തിന്റെ മേൽ പറയുമ്പോൾ അതെത്രമാത്രം ഗൗരവമാണ്. ഇത് കേൾക്കുമ്പോ ഒരുപക്ഷെ ഖുറാഫികൾ ചിന്തിച്ചേക്കും, മൗലവിമാരെ, നിങ്ങൾ പരസ്പരം ശിർക്ക് ആരോപിച്ചൊന്ന് തമ്മിലടിക്ക്, ആ പണി തന്നെയല്ലേ നിങ്ങൾ ഞങ്ങളുടെ നേരെയും ചെയ്തത് എന്നൊരൊറ്റ ഖുറാഫിയുടെ മനസ്സിലും തോന്നേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളെപ്പറ്റി നിങ്ങൾ സമ്മതിക്കാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്, മഹാന്മാരായ ആളുകളോട് ഞങ്ങൾ ഖബറിന്റെ സമീപത്ത് പോയാൽ ഞങ്ങൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്കതിൽ ഒരു വിഷമവുമില്ല. ഞങ്ങൾ അവരെ വിളിച്ച് തേടുന്നവരാണ്, ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അത് പറയുന്നതിൽ എന്താണ് ഇത്ര വിഷമിക്കാനുള്ളത് എന്നുവരെ സമ്മതിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞോ ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മമ്പറം തങ്ങളോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മുനമ്പത്ത് ബീവിയോട് പ്രാർത്ഥിക്കുന്നില്ല ഇന്ന് വരെ പറഞ്ഞോ? ഇല്ല. മറിച്ച് എന്താ പറഞ്ഞത്? കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് നേതാവായ മുസ്ലിയാർ പോലും പറഞ്ഞത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തെളിവായിക്കൊണ്ട് ധാരാളം ആയത്തുകൾ ഞാൻ ഇവിടെ ഓതി എന്ന് മറുപക്ഷത്തുള്ള നമ്മുടെ പണ്ഡിതന്മാരോട് വലിയ ധീരമായ ഒരു കാര്യമായി സമ്മതിച്ചയാളാണ് അപ്പുറത്തുള്ള മുസ്ലിയാര്. അതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ ആരോപണം പറയുകയല്ല, അവർ പോലും സമ്മതിക്കുന്ന വസ്തുതയാണ് പറഞ്ഞത്. അതേ അവസരത്തിൽ ഒരു മുജാഹിദ് തൗഹീദ് മനസ്സിലാക്കിയ ഒരു മുജാഹിദ്, ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൻ ഏതൊറക്കത്തിൽ നിന്ന് വിളിച്ചാലും, മോനെ, വിജനപ്രദേശത്ത് വെച്ച് ആരെയാ വിളിക്കേണ്ടത്? അല്ലാനെയാ വിളിക്കേണ്ടത്. യാ ഇബാദല്ലാഹ് വിളിക്കാമോ? ഇല്ല. യാ അല്ലാഹ്. ഒരു സ്ഥലത്ത് വെച്ചും അതാണ് ഞങ്ങളൊക്കെ കൂടി അന്ന് ഇസ്ലാഹിൽ വിശദീകരണം കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലെ
ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും തെളിവില്ല, ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ കരുതിയിരിക്കുക. അന്ന പറഞ്ഞോട് തന്നെ ഇപ്പൊ നമ്മളുള്ളത്. ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ കരുതിയിരിക്കുക. നോക്കൂ നിങ്ങൾ, അപ്പോ എത്രത്തോളം മാരകമായ നിലക്കുള്ള ആരോപണങ്ങളാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം, മുജാഹിദുകൾ എന്ത് അന്ധവിശ്വാസത്തിലേക്കാണ് കൊണ്ടുപോയത്? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കാം, അതിന് സാധ്യതയുണ്ട്. ഇത് പുതിയ വാദമാണോ? കെ എം മൗലവി അടക്കമുള്ള ആരാ? കെ എം മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ സംഘടന കെട്ടിപ്പടുത്ത അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായ കെ എം മൗലവി തന്നെ പറഞ്ഞ വിശ്വാസമാണ്, അദ്ദേഹം പ്രചരിപ്പിച്ച വിശ്വാസമാണ്, ജിന്ന് ശരീരത്തിൽ കൂടാം. അങ്ങനെ കൂടിയെന്ന് നമുക്ക് സംശയിക്കപ്പെടുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് മന്ത്രം നടത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള ചികിത്സകൾ അവർക്ക് വേണ്ടി ചെയ്യാം. കെ എം മൗലവിയുടെ ഫത്വകളിൽ കാണാം. ആരാണ് ഇത് അംഗീകരിക്കാത്തത്? പിന്നെ പറയുന്നു കണ്ണേറ്. മുജാഹിദീങ്ങൾക്ക് ഈ കണ്ണേറൊക്കെ ഇല്ലാന്നായിരുന്നു പണ്ട് പറഞ്ഞത്. ആര് പറഞ്ഞു? നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എടുത്തു നോക്കൂ. ഇസ്ലാമിക ജീവിതം എന്ന അമാനി മൗലവിയുടെ ആ പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ. കണ്ണേറിനെ സംബന്ധിച്ച് അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തെന്ന് കൃത്യമായി എന്ന മൗലവിമാര് വിശദീകരിച്ചിട്ടുണ്ട്. സിഹിറിനെ സംബന്ധിച്ച് നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനമെന്ത്? സിഹിർ ബാധിക്കുമോ? അതോ ഒരു ചങ്ങാതി പറഞ്ഞതുപോലെ സിഹിറൊന്നും ബാധിക്കൂലാന്ന്? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ കാറിങ്ങോട്ട് തിരിക്കുമ്പോ സിഹിറിട്ടിട്ടും അങ്ങോട്ടാണ് തിരിച്ചൂടെ എന്ന് ഖുർആൻ റിസർച്ച് നടത്തുന്ന ഒരു മൗലവി പറഞ്ഞതായി ക്ലിപ്പുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിന്റെ പരിസരത്ത് എവിടെയോ വെച്ചിട്ട്. അങ്ങനെ സിഹിർ നിഷേധികളായ ആളുകൾ, അതിനെ പരിഹസിക്കുന്നവരായ മൗലവിമാർ, അതായിരുന്നോ കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ വിശ്വാസം? എന്താണ് ഖുർആൻ പരിഭാഷയിൽ വന്നത്? സിഹിറിനെ പറ്റി ബാധിക്കുമെന്നാണോ? ബാധിക്കില്ല, അത് കേവലം മിഥ്യയാണ്, പൊട്ടത്തരമാണെന്നാണോ വന്നത്? അതോ ഭാര്യാഭർത്താക്കൾക്കിടയിൽ പിണക്കമുണ്ടാക്കുമെന്നാണോ വന്നത്? എന്താണെന്ന് ഖുർആൻ പരിഭാഷ പോലും മുജാഹിദുകൾ വായിക്കുന്നില്ലേ? പിന്നെ എന്ത് പുതിയ വാദമാണ് നമ്മൾ പറഞ്ഞത്? മന്ത്രമുണ്ട് എന്ന് പറഞ്ഞതോ? മന്ത്രം, ഏത് മന്ത്രത്തെയാ നമ്മൾ എതിർത്തത്? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥക്കിരുന്നപ്പോൾ പോലും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. മന്ത്രത്തിന്റെ ഇസ്ലാമികമായ വശങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. തർക്കമില്ലാത്തത് കൊണ്ട് വാദപ്രതിവാദത്തിൽ അതൊരു വിഷയമായി വന്നില്ല. കാരണം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി തന്നെ എന്താണ് മന്ത്രം, ഏതൊക്കെ മന്ത്രമല്ല, എങ്ങനെ ആയിരിക്കണം അതിന്റെ വിധിവിലക്കുകൾ എന്ന് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പുതിയ വാദവും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു പുതിയ വാദവും ഈ സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എങ്ങനെ നിലനിർത്തണോ അതിനൊരു പോറലും ഏറ്റിട്ടില്ല, ഏൽക്കാനും പാടില്ല. ആ നിലക്ക് കൃത്യമായി അള്ളാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസമാണ് നരകത്തിയിൽ എന്ന് നമ്മെ രക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് റസൂലിഹി, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന കേവലം നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുമോ? ഒരിക്കലും ആവില്ല, ഒരിക്കലും ആവില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ വിശ്വസിക്കണം? അല്ലാഹു പഠിപ്പിച്ചതുപോലെ മുഴുവൻ വിശ്വസിക്കണം. ഉള്ളതൊന്നും കുറക്കാൻ പാടില്ല, ഇല്ലാത്തതൊന്നും കൂട്ടാനും പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവൻ സത്യമാണ്, അതിൽ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് മുഴുവൻ സത്യമാണെന്നും അല്ലാത്തത് ഞാൻ സ്വീകരിക്കില്ല എന്നും പറയുന്ന നിലപാടിലേക്ക് പിഴച്ചുപോയ കക്ഷികൾ പണ്ടും വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഒരു സത്യവിശ്വാസിയുടെ നയമെന്താ? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സത്യവിശ്വാസികളായ ആളുകളുടെ സമീപനം എന്താണ്? അള്ളാഹുവിലേക്ക് വരൂ, അവന്റെ റസൂലിലേക്ക് വരൂ, ഖുർആനിലേക്ക് വരൂ, ഹദീസുകളിലേക്ക് വരൂ എന്ന് വിളിക്കപ്പെട്ടാൽ
ആ ഖുർആനിനെയും ഹദീസുകളെയും, അതേ സ്വഹീഹായ ഹദീസുകളാണെങ്കിൽ പിന്നെ അതിൽ പിന്നെ ചിന്തിക്കേണ്ട പ്രശ്നമേ ഇല്ല. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലാണ് വേണ്ടത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവരാണ് വിജയിച്ച ആളുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഒരു ഹദീസ് നമ്മുടെ കയ്യിൽ കിട്ടി, ആ ഹദീസിൽ പറഞ്ഞ കാര്യം ഖുർആൻ വിരുദ്ധമാണെന്ന് പലരും പറയുന്നു, അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്ന് പലരും പറയുന്നു. ഒരിക്കലും പ്രിയമുള്ളവരെ, ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും വരൂല. ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും സ്വഹീഹായ നിലക്ക് വരൂല. ചിലരൊക്കെ പറയുന്നു ഖുർആനിന് വിരുദ്ധമായ നിലക്ക് സ്വഹീഹായ ഹദീസ് വന്നേക്കാം. സ്വഹീഹായ ഒരു ഹദീസ് ഒരിക്കലും ഖുർആനിനെതിരെ വരില്ല. കള്ള ഹദീസുകളെ ഖുർആനിനെതിരെ വരികയുള്ളൂ. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണോ, നബി തങ്ങൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടതാണോ, അത് 100% അംഗീകരിക്കലും വിശ്വസിക്കലും മുസ്ലിമിന്റെ ബാധ്യതയാണ്. തന്റെ ബുദ്ധിക്ക് യോജിച്ചുവോ എങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം, അതല്ലെങ്കിൽ ഞാൻ തള്ളിക്കളയുന്നു എന്ന നിലപാട് ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനേ പാടില്ല. അതാണ് ഇന്ന് ചില ആളുകൾ ഹദീസുകളോടുള്ള സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാറ്റിവെക്കുകയാണ്. എങ്ങനെ മാറ്റിവെക്കുന്നു? പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പുള്ള ഹദീസ് ബുഖാരിയിലാണെങ്കിൽ പോലും മുസ്ലിമിലാണെങ്കിൽ പോലും എത്ര തന്നെ സ്വഹീഹാണെന്ന് തലമുറകളായി മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണെങ്കിൽ പോലും അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുഖാരിയിലെ ഹദീസ് തോട്ടിലെറിയണമെന്നും കുപ്പയിലെറിയണമെന്നും തള്ളിക്കളയണമെന്നും ആര് പറഞ്ഞാലും ഒരു സ്വീകരിക്കാൻ ബാധ്യതയില്ലെന്നുമൊക്കെ പലരും മുജാഹിദുകളുടെ പേരിൽ പറയാണ്, എഴുതാണ്. ഒരിക്കലും ഒരു മുജാഹിദിന്, ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറപ്പുണ്ടോ എങ്കിൽ അത് മുഴുവൻ വിശ്വസിച്ചു കൊള്ളണം. ആ നിലക്ക് അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ സ്വീകരിക്കണം. അതിനോട് മുഴുവനും ബഹുമാനമുണ്ടാകണം, അതിനോട് മുഴുവനും ആദരവുണ്ടാകണം, അനുസരണബോധമുണ്ടാകണം. ആ നിലക്ക് മുഴുവനും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നാം ഒരിക്കലും പരിഹസിച്ചുകൂടാ. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ താടി വളർത്തി നെയ്യാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുത്ത് മ്യൂസിക്കൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സിനിമകളും സീരിയലുകളും ഒക്കെ ഒഴിവാക്കിയപ്പോ ഇപ്പൊ അവരെ കുറിച്ച് പറയാണ്, അതൊക്കെ കേവലം ചില ജാടകൾ മാത്രമാണ്, തഖ്വല്ല ഉള്ളില്. മലപ്പുറത്ത് പ്രോഫ്കോൺ സംഘടിപ്പിക്കപ്പെട്ടു. പലരും പറഞ്ഞു മലപ്പുറത്ത് പ്രോഫ്കോൺ എന്ന മാമാങ്കം നടക്കൂല. ആരാ തീരുമാനിക്കേണ്ടത്? സീലുള്ളവനാണോ തീരുമാനിക്കേണ്ടത്? ലെറ്റർ പേഡ് ഉള്ളവരാണോ തീരുമാനിക്കേണ്ടത്? അതേ, ലോകത്തൊരാളുമല്ല അക്ബർ, അല്ലാഹു അക്ബർ, അല്ലയാണ് അക്ബർ. അവനാണ് തീരുമാനിക്കേണ്ടത്. അവന്റെ തീരുമാനം മലപ്പുറത്ത് നടന്നു. അതേ, ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടി. അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ രൂപത്തിലുള്ള മക്കളെ കണ്ടപ്പോൾ അതേ, അവരെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതൊക്കെ വ്യാജ ആത്മീയതയാണ് പോലും. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ചില കപട ആത്മീയതകളാണ് അത്രേ വളർന്നു വരുന്നത്. താടി നീട്ടുന്നത് വ്യാജാത്മീയതയാണോ? വസ്ത്രം കയറ്റി ഉടുക്കുന്നത് കപട ആത്മീയതയാണോ? സംഗീതം ഒഴിവാക്കുന്നത്, സിനിമ ഒഴിവാക്കുന്നത്, സീരിയലുകളോട് വിട പറയുന്നത് കപട ആത്മീയതയാണോ? പിന്നെ എന്താണ് ശരിയായ ശുദ്ധമായ ആത്മീയത? പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിലതാ ഈമാനിന്റെ മധുരം അങ്ങ് ചെന്നപ്പോൾ വളരെ മോശപ്പെട്ട ജീവിതം ജീവിച്ചിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ സത്യത്തിന്റെ പാതയിലേക്ക്, സുന്ദരമായ ഇസ്ലാമികമായ തീരത്തേക്ക് അവർ കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമായിരുന്നു ആയിരങ്ങൾ മലപ്പുറത്തെ പ്രോഫ്കോണിൽ തടിച്ചുകൂടിയപ്പോൾ നമുക്ക് കാണാനായത്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ, ആ നിലക്കുള്ള മാറ്റം മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ശരിയായ ആ തുടർച്ചയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹുവല്ലേ പറഞ്ഞത്?
എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. ആ നബി തങ്ങളോട് സ്നേഹമുണ്ടായാൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്തിനെ ചോദിക്കുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ആ പുണ്യകർമ്മം നിർവഹിക്കുന്നു. നമസ്കാരത്തിന്റെ അകത്ത് സ്വലാത്ത് ചൊല്ലുന്നു, നമസ്കാരത്തിന്റെ പുറത്തതാ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിലതാ ആ സമയങ്ങൾക്ക് പുണ്യം വിചാരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു. പ്രത്യേകം സമയമോ പ്രത്യേകം എണ്ണമോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്തടത്ത് നമ്മുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹ ഹബീബിനോടുള്ള നമ്മുടെ സ്നേഹമാണത്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടു. അതെ, ഇപ്പോഴിതാ പുതിയ പുതിയ സ്വലാത്തുകൾ രംഗത്ത് വരുന്നു. പുതിയ സ്വലാത്തുകൾ മാത്രമല്ല, കൊരിയർ സ്വലാത്തുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. കൊരിയർ സ്വലാത്ത് അതെന്താ? സാധാരണ ഇവിടെ അള്ളാഹ് നമുക്ക് സ്വലാത്ത് ചെല്ലാനൊരു സിസ്റ്റം നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും സ്വലാത്ത് ചൊല്ലിയാലും അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോരാ, ഞങ്ങൾ ഏറ്റെടുത്തു എന്ന നിലക്ക് ചില മുസ്ലിയാക്കന്മാർ ഇതാ ഇപ്പോൾ കൊരിയർ സലാത്തിന്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണ് ആ സലാത്തിന്റെ പ്രത്യേകത? ആ സലാത്തിന്റെ പ്രത്യേകത, നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ എത്രയാണ് നാരിയ സലാത്ത് നിങ്ങൾ ചൊല്ലിയതെങ്കിൽ ഓരോ സഹോദരനും ഓരോ സഹോദരിയും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ നാരിയ സലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദേ ഞാൻ ഇത്ര എണ്ണം സലാത്ത് ചൊല്ലി എന്ന് SMS-ലൂടെ ഉസ്താദിന്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണം. അങ്ങനെ ഉസ്താദ് അതൊക്കെ വാരിക്കൂട്ടും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുരീദന്മാര് ചൊല്ലുന്ന ആണും പെണ്ണുമൊക്കെ ചൊല്ലുന്ന സലാത്തുകൾ ഉസ്താദ് വാരിക്കൂട്ടും. എങ്ങനെ? SMS ഇങ്ങനെ കുമിഞ്ഞുകൂടും. അങ്ങനെ കുമിഞ്ഞുകൂടിയിട്ട് ഫാത്തിമ കുട്ടി പറയും ഞാൻ 340 ചൊല്ലി, അബ്ദുള്ള കുട്ടി പറയും ഞാൻ 716 ചൊല്ലി, ആമിനത്താത്ത പറയും ഞാൻ 3444 വട്ടം നാരിയ സലാത്ത് ചൊല്ലി. ഇതൊക്കെ കൂടി മുസ്ലിയാരി ഇരുന്ന് കൗണ്ട് ചെയ്ത് 10 കോടി തികഞ്ഞാൽ മദീനത്തേക്ക് ഡും ഒരൊറ്റ പാർസൽ അയക്കലാണ്. പുതിയ സലാത്തിന്റെ രീതിയാ. മുസ്ലിയാക്കന്മാരിപ്പോ സലാത്തൊക്കെ കൊരിയർ സർവീസിൽ വിടുകയാണ്. അങ്ങനെ ഇവർക്ക് SMS കിട്ടി, ഇവരുടെ ഓശാരവും ഇവരുടെ പ്രത്യേകമായ മേലാളത്വത്തോടു കൂടിയൊക്കെ മദീനത്തേക്ക് സലാത്ത് കയറ്റി വിടുന്ന ഒരു കച്ചവടം, പുതിയ പരിപാടിയാണ്, പുതിയ സംവിധാനങ്ങളാണ് സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവരുന്നു. അതെ, മുട്ടിപ്പടിയിലെ സലാത്തിന് വല്ല ഭംഗവും വന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പുതിയത് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ മുസ്ലിമേ, ഒരാൾക്കും നീ ചൊല്ലിയ സലാത്ത് SMS അയക്കണ്ട, നീ ആരോടും പറയണ്ട. നീ ചൊല്ലുന്ന ഓരോ സലാത്തും സർവശക്തനായ റബ്ബുൽ ആലമീൻ അതിന്റെ 10 പ്രതിഫലം നീ ഇഖ്ലാസോടെ നിർവഹിച്ചെങ്കിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് പരസ്യപ്പെടുത്തി ആളുകളുടെ മുമ്പിൽ ഞാനൊരു സലാത്ത് ചൊല്ലിയവനാണ് എന്ന പേരിന് വേണ്ടി സലാത്ത് ചൊല്ലിയാൽ ആ സലാത്തിന് പ്രതിഫലമില്ല. എന്നാലോ ഇവര് പഠിപ്പിക്കുന്നത് പണം വാരാൻ വേണ്ടി സലാത്ത് ചൊല്ലിയാലും ഞാനൊരു സലാത്തുകാരനാണെന്ന് ആളുകളുടെ മുമ്പിൽ പേര് കിട്ടണം എന്ന നിലക്ക് സലാത്ത് ചൊല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന ഇസ്ലാമിന് നിരക്കാത്ത സിദ്ധാന്തമാണ്, പൊട്ടത്തരമാണ് സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സലാത്ത് മുജാഹിദുകൾ ചൊല്ലുന്നില്ല. മറിച്ച് മുജാഹിദുകൾ വജ്ഹുള്ള ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യമായി ചൊല്ലേണ്ടടുത്ത് സലാത്തുകൾ ചൊല്ലുന്നു, നബിതങ്ങളെ പിൻപറ്റുന്നു. കാരണം എന്താ? ഏത് സ്ഥലത്തും നമ്മുടെ നേതാവാണത്. ഏത് വിഷയത്തിലും നമുക്ക് പിൻപറ്റാനുള്ള നേതാവാണത്. എല്ലാ രംഗത്തും നമ്മുടെ മാതൃകയാണത്. അതെ, അല്ലാഹ് പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ വിഷയത്തിലും അവിടുന്ന് നമുക്ക് മാതൃകയാണ്. നാളെ മഹ്ശറിലെത്തുമ്പോൾ വെച്ച കാല് മുന്നോട്ടിളക്കാൻ അള്ളാന്റെ കോടതിയിൽ സമ്മതിക്കുകയില്ല. ഒരു 4 കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ട മുസ്ലിമത്തെ നമ്മൾ മറുപടി പറയാതെ പരലോകത്തെ കാലനക്കാൻ റബ്ബ് സമ്മതിക്കൂല. നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. എത്ര വയസ്സ് നീ ജീവിച്ചോ? എന്തിലായിട്ടാണടോ നീ ആ സമയം ചെലവഴിച്ചത്? നിന്റെ യൗവനം നീ എങ്ങനെ ചെലവഴിച്ചു? യുവാക്കളെ, യുവതികളെ, യൗവന കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്.
വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്. എവിടെ നിന്നാണടോ നിനക്ക് സമ്പത്ത് കിട്ടിയത്? ഏത് മാർഗത്തിലാണടോ നീ ആ സമ്പത്ത് വിനിയോഗിച്ചത്, ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ട്. നീ എന്താണടോ പഠിച്ചത്? പഠിച്ചതനുസരിച്ച് നീ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണമെങ്കിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ പാലിക്കണം. അവിടെയാണ് ജനങ്ങൾ, അവിടെയാണ് മുസ്ലിം പേരുള്ളവരെ ബാറുകളിൽ കാണുന്നത് എന്തുകൊണ്ടാ? മദ്യഷാപ്പുകളിലെ ക്യൂകളിൽ മുസ്ലിം പേരുള്ളവർ നിൽക്കുന്നത് എന്തുകൊണ്ടാ? സ്കൂളുകളിലും സെക്കൻഡറി സ്കൂളുകളിലും പ്രൈമറി സ്കൂളുകളുടെയും കലാലയങ്ങളുടെയും പുറത്തുള്ള തട്ടുകടകളിൽ നിന്ന് ചില വർണ്ണാഭമായ പാക്കറ്റുകളിലൂടെ ചില കുട്ടികൾ നുണയുന്നത് എന്താണ്? ചെറിയ ചെറിയ മക്കൾ പോലും അതേ ചില തട്ടുകടകളിൽ നിന്ന്, പെട്ടിക്കടകളിൽ നിന്ന് വാങ്ങിയിട്ട് സ്വകാര്യമായി വിദ്യാർത്ഥികൾക്കിടയിലൂടെ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ലോകമല്ലേ നമ്മുടേത്? ലഹരി കുത്തിവെക്കുന്നു, ലഹരി നുണയുന്നു, മദ്യം ആസ്വദിക്കുന്നു. അല്ലാഹു നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാകുന്ന വിവാഹ ജീവിതം എന്ന് പറയുന്ന ആ പുണ്യകർമ്മം നാളെ നടക്കാൻ പോവുകയാണെങ്കിൽ തലേ ദിവസമതാ കല്യാണ വീട്ടിൽ വെച്ച് കുപ്പി പൊട്ടിക്കുന്നു, മദ്യം വിളമ്പുന്നു, കൂട്ടുകാരി വന്നുകൊണ്ട് ഒരുമിച്ചതാ ഒന്നിച്ച് കുടിക്കുന്നു. അന്നത് ലൈസൻസ് നൽകപ്പെട്ടതുപോലെ അറയൊരുക്കുന്നു, അറയിൽ കയറി ചാടി തിമർക്കുന്നു, തോന്നിവാസം ചെയ്യുന്നു, ഡാൻസ് ആടുന്നു, പുതുപെണ്ണ് പോലും ഡാൻസ് ആടുന്നു, ഗാനമേളക്കാര് വരുന്നു, ഗാനമേള അവതരിപ്പിക്കുന്നു, സിനിമാ നടീനാടന്മാര് വരുന്നു, തലേന്നും പിറ്റേന്നുമൊക്കെ ആഘോഷത്തിമർപ്പിൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഒട്ടേറെ സംഗതികളതാ കല്യാണത്തിന്റെ പേരിൽ. ഓ മുസ്ലിമേ, മുസ്ലിം എന്ന് പറയുന്ന പേരുള്ള മനുഷ്യൻ പടച്ച റബ്ബ് നൽകിയിട്ടുള്ള ധനവും ഉപയോഗപ്പെടുത്തിയിട്ട് വിവാഹത്തോടനുബന്ധിച്ച് തോന്നിവാസങ്ങൾ ചെയ്യുന്നു, ആർഭാടങ്ങൾ ചെയ്യുന്നു, ഹറാമുകൾ ചെയ്യുന്നു, നൃത്യങ്ങൾ ആസ്വദിക്കുന്നു, ഗാനമേളക്കാരെ കൊണ്ടുവരുന്നു, ഡാൻസ് ആടുന്നു, ആടിത്തിമർക്കുന്നു, കുടിക്കുന്നു, കുടിപ്പിക്കുന്നു. ഉത്തരവാദപ്പെട്ടവരതിനെപ്പറ്റി മിണ്ടാതെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മാളത്തിലേക്ക് വലിയുന്നു. സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇത് നാളെ മഹ്ശറിൽ കണക്ക് പറയണ്ടേ? ഇത് നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിനെപ്പറ്റി മറുപടി പറയണ്ടേ? ഏത് മാർഗത്തിലാണോ നിനക്ക് പണം കിട്ടിയത്? ഏത് മാർഗത്തിലേക്കാ നിന്റെ പണം നീ ചെലവഴിച്ചത്? അതേ പണം കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നു കുട്ടികൾക്ക് മൊബൈല്, ധാരാളക്കണക്കിന് സംവിധാനങ്ങളുള്ള ആധുനിക മൊബൈലുകൾ നമ്മുടെ മക്കളതാ ഉപയോഗപ്പെടുത്തുന്നു. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നു. ഭാര്യാഭർത്താക്കൾ തമ്മിലടിക്കേണ്ടി വരുന്നു. ഉപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങേണി കാണുന്നത് മക്കള് കാണേണ്ടി വരുന്നു. അയൽക്കാരന്റെ കൂടെ മകളതാ ഒളിച്ചോടിപ്പോകുന്നു. അയൽവാസിയുടെ കൂടെ അതാ അന്യമതസ്ഥനാണോ അല്ലേ എന്നതൊന്നും പ്രശ്നമല്ല, ആരായാലും വിരോധമില്ല, എനിക്കയാള് മതി എന്ന നിലക്കതാ ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നു. ഇന്റർനെറ്റിലൂടെ, മൊബൈലിലൂടെ പ്രണയങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്നു. പ്രേമത്തിന്റെ കാവ്യങ്ങൾ ഇങ്ങനെ മെസ്സേജ് വരുന്നു, അശ്ലീല രംഗങ്ങൾ മെസ്സേജായി പെയ്തിറങ്ങുന്നു. പ്രിയമുള്ള സഹോദര, ആരാണ് ഉത്തരവാദി? മുഹമ്മദ് റസൂലുള്ളാഹിയോട് സ്നേഹമുണ്ടോ? അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? മുസ്ലിമേ, മുസ്ലിം വീടുകൾ സിനിമാ ഹാളുകളായി മാറുന്നുവോ? മുസ്ലിം വീടുകളതാ മദ്യശാലകളായി മാറുന്നുവോ? മുസ്ലിം വീടുകളതാ പ്രണയത്തിന്റെ വാർഡുകളായി മാറുന്നുവോ? ഇത്രത്തോളം സൗകര്യമുള്ള ഒരു ലോകം പാതിരാക്ക് വീടുമടച്ച് റൂമിലതാ തലയണക്കരികിൽ ഒരിപ്പിച്ചു വച്ച മൊബൈലിലൂടെ എത്ര മണിക്കൂറും കാമുകിയോട് കാമുകനുമായി കൊണ്ട് സംസാരിക്കുവാൻ വേണ്ടി ഫ്രീ കോളുകൾ അനുവദിച്ചുകൊണ്ട് മൊബൈൽ കമ്പനികൾ ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന പാതിര മുതൽ നേരം പുലരുവോളമുള്ള സമയം നമ്മുടെ ചെറുപ്പക്കാരിത് ഉപയോഗപ്പെടുത്തുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ സുരക്ഷിതത്വം? എവിടെയാണിന്ന് നമുക്കുള്ളത്? ഇത് പടർന്നു പിടിച്ചപ്പോഴല്ലേ സ്വന്തം മകൾക്ക് ഉപ്പയെ പോലും പേടിക്കേണ്ടി വരുന്നത്? കോടതിയിൽ വെച്ച് ഗർഭിണിയായ 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിക്ക് കോടതിയിൽ വെച്ച് ജഡ്ജിയോട് പറയേണ്ടി വന്നില്ലേ, എന്റെ വീർത്ത് വരുന്ന ഈ വയറിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം അതെ ആ നിൽക്കുന്ന എന്റെ പിതാവെന്ന് പറയുന്ന ഈ മനുഷ്യനാണെന്ന് കോടതിയിൽ വെച്ച് പറയേണ്ടി വന്ന, കേൾക്കേണ്ടി വന്ന ഈ കേരളത്തിന്റെ അപമാനം എത്രയാണ്? പ്രേമിക്കുകയാണ്,
സല്ലപിക്കുകയാണ് ഈ മൊബൈൽ ഫോണിലൂടെ. ആരും കേൾക്കാനില്ല, അറിയാനില്ല. ഞാനതുകൊണ്ടാ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, തൗഹീദ് അടിയുറച്ചോ മുസ്ലിമേ? അള്ളാഹുവിലുള്ള വിശ്വാസം അടിയുറച്ചിട്ടുണ്ടോ മുസ്ലിമേ? എങ്കിൽ പിന്നെ ബാപ്പ കാണുന്നില്ലെങ്കിലും ഉമ്മ കാണുന്നില്ലെങ്കിലും എല്ലാ കണ്ണുകളും ഉറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണുകളാണ് എൻ്റെ റബ്ബിനുള്ളത്. അവൻ എന്നെ കാണുന്നു, നോക്കുന്നു, അറിയുന്നു എന്ന് വന്നാൽ, ഓ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഏത് മക്കൾക്കാണ് നിങ്ങൾ നോക്കുന്നില്ലെങ്കിലും തെറ്റ് ചെയ്യാനാവുക? സാധ്യമല്ലല്ലോ. അതുകൊണ്ടാ പറയുന്നത്, ഈമാൻ ശരിപ്പെടുത്തിക്കോ. ഈ മൊബൈലിലൂടെ പ്രണയം നടത്തിയിട്ട് അടുത്ത ദിവസമല്ലേ ഈ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുള്ള ഒരു റിപ്പോർട്ട്, അതേ എൻ്റെ കയ്യിലുള്ള പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. മൊബൈൽ പ്രണയം, കാമുകനെ കണ്ട യുവതി ബോധം കെട്ടു. മനസ്സിലാക്കണം, പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്താ? കൂത്തുപറമ്പില. ഈ ജില്ലയിലായതുകൊണ്ട് പ്രത്യേകങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഈ ജില്ലയിൽ കേട്ട എന്താ? മൊബൈൽ ഫോണിലൂടെ പ്രണയത്തിലേർപ്പെട്ട് നാടുവിട്ട യുവതി 67 വയസ്സുകാരനായ കാമുകനെ കണ്ടപ്പോൾ ബോധം കെട്ടു വീണു. ഒരു കൊല്ലായി പെണ്ണ് ഇയാളേറ്റ് സല്ലപിക്കണം. ഒരു കൊല്ലമായി മോള് ഇയാളുമായിട്ട് സല്ലപിക്കണ്. ഏതോ ഒരു മുസ്ലിം പേരുള്ള അംസാക്കയാണ് പോലും. നല്ല ചെറുപ്പക്കാരന്റെ സംസാരം, നല്ല യുവാവാണെന്നാണ് പെണ്ണ് വിചാരിച്ചത്. അങ്ങനെ കൊല്ലമായി